ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു കുഞ്ഞിൻ്റെ ജനനം ഒരു കുടുംബത്തിൽ വലിയ സന്തോഷം നൽകുന്ന അനുഭവമാണ്. അവർ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നു, എല്ലാവർക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. വലിയ സന്തോഷത്തിൻ്റെ അനുഭവം കുടുംബത്തിൽ ജനിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ ജനനം കുടുംബത്തിന് എത്രമാത്രം വലിയ സന്തോഷമാണെങ്കിൽ, യേശുവിൻ്റെ ജനനം ലോകത്തിന് മുഴുവനും സന്തോഷം പകരുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞത്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ജനനം ലോകത്തിന് മുഴുവനും സന്തോഷം പകരുന്ന അനുഭവമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ ലോകത്ത് മനുഷ്യനായി അവതരിച്ചത്? പല ഉത്തരങ്ങളും നമുക്കറിയാം. നമ്മയെല്ലാം ദൈവമക്കളാക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ പാപം മൂലം തകർന്നു പോയ ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ, നമുക്ക് പാപമോചനം നൽകാൻ, ഇങ്ങനെ അനേകം ഉത്തരങ്ങളുണ്ട്. ഈ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. അതേസമയം എനിക്ക് തോന്നുന്നു ദൈവം മനുഷ്യനായി അവതരിച്ചത് ഈ ലോകത്ത് ഒരു നല്ല മനുഷ്യനായി എങ്ങനെ നാമൊക്കെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. ഇന്ന് ലോകത്ത് വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. യുദ്ധങ്ങളും കലഹങ്ങളും കൊലപാതകങ്ങളും എല്ലാം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ ബിസിനസ് പോലും ആയുധ കച്ചവടമാണ്. ബില്യൺ കണക്കിന് ഡോളർ. ഒരു മൃഗത്തിനെതിരെയല്ലേ ആയുധങ്ങളെല്ലാം, ഇത് മുഴുവനും മനുഷ്യനെതിരെ പ്രയോഗിക്കാനാണ്. ഈ ദിനങ്ങളിൽ പത്രത്താളുകളിൽ വരുന്ന വാർത്തകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ഇങ്ങനെയുള്ള കൊലപാതകങ്ങളുടെയും ഇതുപോലുള്ള അതിക്രമങ്ങളുടെയും ഏറെ കഥകൾ ഈ ദിവസങ്ങളിൽ നാം എല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനായിട്ട്, നല്ല മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് ലോകത്തെ പഠിപ്പിക്കുക ഒരുപക്ഷെ യേശുവിൻ്റെ ജനനത്തിൻ്റെ ഒരു വലിയ ഉദ്ദേശമാണ്. പീലാത്തോസ് യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവിടുന്ന് പൂർണ്ണ മനുഷ്യനാണ്, അവിടുന്ന് പൂർണ്ണ ദൈവമാണ്. യാതൊരു സംശയവും ആ കാര്യത്തിൽ നമുക്കില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. നന്മ ചെയ്ത് കടന്നുപോയ ഒരുവനാണ് ഈശോ. അവൻ്റെ അടുത്ത് വന്നവരാരും വെറും കൈയോടെ തിരിച്ചു പോയിട്ടില്ല. അവൻ്റെ അടുത്ത് വന്നവർക്കെല്ലാം സന്തോഷവും സംതൃപ്തിയും രോഗശാന്തിയും രക്ഷയുടെ അനുഭവം എല്ലാം ലഭിച്ചു. ആരെയും അവൻ മാറ്റി നിർത്തിയില്ല. നമുക്കറിയാം, യേശുവിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യർ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, പാരമ്പര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ വളരെയധികം വിഭജനങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ആ വിഭജനങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ യേശു വന്നു, എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിച്ചു. എല്ലാവർക്കും അവൻ സംലഭ്യനായിരുന്നു. ആരെയും അവൻ മാറ്റി നിർത്തിയില്ല. കുഞ്ഞുങ്ങളെയൊക്കെ തൻ്റെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് ശിഷ്യന്മാർ തടഞ്ഞപ്പോൾ ഈശോ അവർ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞു. സമൂഹം മാറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗികളും അതുപോലെ പാപികളായ ആളുകൾ, അവരെല്ലാം യേശു തൻ്റെ അടുത്തേക്ക് വന്നു. അവരെ സ്പർശിച്ചു, അവർക്ക് സൗഖ്യം നൽകി. അങ്ങനെ തൻ്റെ അടുത്ത് വന്നവരാരും വെറും കൈയോടെ തിരിച്ചു പോകാൻ അവിടെ നിന്ന് അനുവദിച്ചില്ല. ഒരു നന്മ ചെയ്ത് എങ്ങനെ ജീവിക്കണമെന്ന്, നല്ല മനുഷ്യരായി എങ്ങനെ ജീവിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈശോ നിയമങ്ങളെക്കാളും തത്വങ്ങളെക്കാളും വലുപ്പം, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സ്ഥാനം മനുഷ്യന് നൽകിയവനാണ്. സാബത്ത് നിയമങ്ങളുടെ ലംഘനമെല്ലാം ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. സാബത്തിൽ രോഗശാന്തി കൊടുത്തു. ഫരീസയരും പുരോഹിത പ്രമുഖന്മാരും അവിടുത്തെ കുറ്റപ്പെടുത്തി. കാരണം സാബത്തിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈശോ പറഞ്ഞു, സാബത്തിനേക്കാളും വലുതാണ് മനുഷ്യൻ. മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല, സാബത്ത് മനുഷ്യന് വേണ്ടിയാണെന്നുള്ള വലിയ സത്യം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. കാരണം തത്വങ്ങളെക്കാളും നിയമങ്ങളെക്കാളും എല്ലാം വലുതാണ് ഈശോ. അതുകൊണ്ടാണ് ജോൺ പോൾ മാർപ്പാപ്പ തൻ്റെ ആദ്യ ചാക്രിക ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈശോ നടന്ന വഴി മനുഷ്യൻ്റെ വഴിയാണ്. മനുഷ്യനാകുന്ന വഴിയിലൂടെയാണ് ഈശോ നടന്നത്. ഇന്ന് സഭ നടക്കേണ്ടത് ഇതേ വഴിയിലൂടെയാണ്. എങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാമെന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്കറിയാം, അവസാനം ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ വലിയ മാതൃക കാണിച്ചു. അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു മനുഷ്യനെ മാനിക്കുന്ന ഒരു മാതൃക, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്നൊരു മാതൃക ഈശോ നമുക്ക് കാണിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം.
മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഒരു പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു, അതിൻ്റെ വലിയ അടയാളമാണല്ലോ ക്രിസ്മസ്. ആ ഈശോ നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലേ, അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ സന്തോഷം, ഈ ക്രിസ്മസ് നൽകുന്ന സന്തോഷം ജീവിതത്തിൽ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി മാറാനായിട്ട് ആഗ്രഹിക്കാം. അതിനുള്ള കൃപ ഈ നല്ല ദിവസം, ഈ ക്രിസ്മസ് നാളിൽ നല്ല ദൈവം നമുക്ക് ഓരോരുത്തരും നൽകട്ടെ. പുൽക്കൂട്ടിൽ ഉണ്ണിയേശു നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ നാടിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.